ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹോണ്ട പൈലറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനത്തിലെ ഫ്രണ്ടിലെ ഒരു ഭാഗം കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കവർ ചെയ്ത് വെച്ചത് എന്തിനാണെന്ന് എനിക്ക് ഈ വാഹനത്തിന്റെ DTC നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് അവരത് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്ന DTC, അതേമാതിരി തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ വാഹനത്തിൽ അത് കവർ ചെയ്ത് വെക്കാനുണ്ടായിരുന്ന കാര്യം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു വാഹനം ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് AC കംപ്രസറിൻ്റെ പമ്പിംഗ് ലോ ആയിട്ടാണ്. അപ്പോൾ അത് AC കംപ്രസർ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. ഈ ഒരു വാഹനത്തിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു DTC ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഔട്ട്സൈഡ് സെർവോ മോട്ടർ ഫ്ലാപ്പിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ടെക്നോളജി എന്ന് പറയുന്നത്, ഇതിൻ്റെ സെർവോ മോട്ടർ മാറണമെങ്കിൽ ഇതിൻ്റെ ഡാഷ്ബോർഡ് കംപ്ലീറ്റ് അയച്ചാൽ മാത്രമേ അത് സെർവോ മോട്ടർ നമുക്ക് മാറാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതിന് നേരത്തെ മുമ്പ് ചെയ്തിരുന്നവർ ഇതിൻ്റെ ഔട്ട്സൈഡ് എയർ എപ്പോഴും ഓപ്പണായി കിടക്കുന്നത് കൊണ്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. കാരണം ഔട്ട്സൈഡ് എയർ ഫ്ലാപ്പ് എപ്പോഴും ഓപ്പണായി കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും AC കൂളിംഗ് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് എയർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് എയർ എപ്പോഴും വലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോള് നോർമലായിട്ട് കൊടുക്കാറുണ്ട്. ആ ഹോൾ അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഹോള് ക്യാൻസൽ ചെയ്തതോടുകൂടി ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എയർ കുറയും. അപ്പോൾ ആ ഒരു കുറയുന്നതോടുകൂടി AC കൂളിംഗ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് സെർവോ മോട്ടർ മാറണമെങ്കിൽ ഡാഷ്ബോർഡ് അയക്കണം. ആ ഒരു ലേബർ അതേമാതിരി തന്നെ പാർട്ടും കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്.